കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമാ. സിനിമയ്ക്ക് പറ്റിയ പാട്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതങ്ങനെ ആരും ചോദിച്ചാൽ ഞാൻ കൊടുത്തേനെ, എനിക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിലും കൊടുത്തേനെ. ഏഴര പൊന്നാനപ്പുറത്തേഴും നള്ളിടും ഏറ്റുമാനൂരപ്പ തൊഴും നേൻ ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. ഇതിനൊക്കെ ആകാശവാണിയുമായി എന്തോ ഒരു ബന്ധമുണ്ട്, അതെന്താണ്? 2018 ആകാശവാണിക്ക് വേണ്ടി ലളിതഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. 2018 കാലഘട്ടങ്ങളിൽ ആകാശവാണിക്ക് വേണ്ടി ലളിതഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ലളിതഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ലളിതഗാനങ്ങൾ ആകാശവാണിക്ക് വേണ്ടി മ്യൂസിക് ചെയ്യുന്നതോ അതോ അല്ല, എഴുതി കൊടുക്കുന്നതാ. മ്യൂസിക് ഒന്നും ഇവിടെ അറിയത്തില്ല, എഴുതി കൊടുക്കുന്നതാണ്. അത് ആര് വഴിയാണ് ഇങ്ങനൊരു ഇത് വന്നത്? റോസുമലയിലൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർക്ക് ഇങ്ങനെ ലളിതഗാനങ്ങൾ എഴുതിയ ടീച്ചറെ കാണിക്കുമായിരുന്നു. അപ്പോൾ ടീച്ചറാണ് ആകാശവാണിയിൽ നിന്ന് ലീലാമ്മ മാത്യുവിനെ കൊണ്ടുവരുന്നതും അവർ വഴിയാണ് ലളിതഗാനം ആകാശവാണിയിലേക്ക് പോകുന്നത്. നമ്മുടേതായ രീതിയിൽ ഞാൻ എഴുതുമ്പോൾ എനിക്കൊരു ഈണം കിട്ടുന്ന അതിന് മാത്രമാണ് എഴുതുന്നത്. പിന്നെ മ്യൂസിക് കിട്ടുന്നതൊക്കെ അവരാണ്. ആകാശവാണിയിൽ ഇത് സംപ്രേഷണം ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ട്. എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നെ അവർ കേൾപ്പിച്ചിട്ടുണ്ട്, ഈണം ഇടുന്നത് കേൾപ്പിച്ചിട്ടുണ്ട്. ആകാശവാണിയിലൊക്കെ ലളിതഗാനങ്ങളൊക്കെ എഴുതി കൊടുത്ത ആള് ഈ തുണിക്കടയിലേക്ക് ഒതുങ്ങപ്പെട്ടത് എങ്ങനെയാണ്? റോസുമലയിൽ നിന്ന് ജീവിതമാർഗത്തിനായിട്ടാണ് കൊളത്തുപുഴ ഇറങ്ങിയത്. റോസുമല ഒരു ടൂറിസം മേഖലയല്ലേ? ആണ്. അവിടെ എന്താണ് ജീവിതമാർഗത്തിന് കുഴപ്പം? കാട്ടുമൃഗങ്ങൾ ഒന്നും വേല ചെയ്തെടുക്കാൻ ഒന്നും സമ്മതിക്കത്തില്ല, എല്ലാം കാട്ടുമൃഗങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ടും പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് കൊച്ചുങ്ങൾക്ക് പാടാണ്. അങ്ങനെയാണ് ഇറങ്ങിയത്. അന്നത്തെ കാലത്ത് ലളിതഗാനങ്ങൾ എഴുതി കൊടുത്തതിൽ അവർ മ്യൂസിക്കൊക്കെ ഇട്ടു, അല്ലാതെയൊക്കെ ഇട്ട് പരിപാടി റേഡിയോയിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു ഗാനം ഒന്ന് ആലപിക്കാം. പാടാം. ഇലത്തുമ്പിലീറൻ കുറിവാങ്ങും പൂങ്കാറ്റേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിനക്കും എനിക്കും അയലത്തെ പെണ്ണിനും കുറി തൊട്ടു പോരാമോ? നീ തൊടുകുറി തൊട്ടു പോരാമോ? ഈ ലളിതാനമായിരുന്നു ആദ്യത്തെ ലളിതാനം. ഈ കുട്ടിക്കാലത്ത് പഠന സമയത്തൊക്കെ ഇത്തരത്തില് കവിതകളും ലളിതഗാനവും പാട്ടുകളും ഒക്കെ എഴുതാൻ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്കാലത്ത് പിന്നെ എഴുതാനുള്ള അവസരമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ റോസുമലയിൽ നിന്ന് പോയി നിന്നത് അച്ഛൻ്റെ ബന്ധുക്കളെ വീട്ടിലാണ് നിന്ന് പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വേറെ ആളുടെ വീട്ടിൽ പോയി നിന്ന് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനൊന്നുള്ള അവസരം കിട്ടത്തില്ലല്ലേ. ഒന്നു നീ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ആ ലളിതാനം ഇഷ്ടമായിരുന്നു. പിന്നെ ഇന്ദ്രനീലത്തിനോടെന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം, കണ്ണൻ്റെ മുകിൽ വർണ്ണമാകയാലോ, മണിവർണ്ണൻ്റെ നീലിമയാകയാലോ. ആ പാട്ടൊക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ സമ്മാനവും മേടിച്ചിട്ടുണ്ട് ലളിതാനത്തിന്. ആകാശവാണിയിലേക്ക് നമുക്കൊരു ബന്ധം കിട്ടിയപ്പോൾ തുടരാൻ കഴിഞ്ഞില്ല. ഒരിക്കലും മായാത്തൊരോർമ്മ പോലെ എൻ്റെ കിനാക്കളിലെന്നുമുണ്ട്, എൻ്റെ കിനാക്കളിലെന്നുമുണ്ട്. ഗാനങ്ങളൊക്കെ എപ്പോഴാണ് എഴുതുന്നത്?
വീട്ടുജോലിക്കിടയിൽ ഇത് ഇപ്പം ഒരു ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ മുതലാളി എന്നെ വഴക്കും പറഞ്ഞിട്ടുണ്ട്. ശമ്പളം പറ്റിയിരുന്നു, എൻ്റെ ശമ്പളം പറ്റി എന്ത്. പക്ഷേ എൻ്റെ മുതലാളിക്ക് എൻ്റെ ഇത് ഭയങ്കര പ്രോത്സാഹനമാണ്. എന്തുണ്ടെങ്കിലും അറിയനെ പോയിട്ട് വാ എന്ന് പറയുമായിരുന്നു. ഭാഗ്യമാണ്. ആകാശവാണിയിലൂടെ ഇത്രയും അതോടൊപ്പം നമുക്കറിയാനുള്ളത് ഈ ലളിതഗാനത്തോടൊപ്പം തന്നെ കവിതകളും ആകാശവാണിക്ക് എഴുതി കൊടുത്തു. അതും പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നേരിട്ട് കേട്ടിട്ടില്ല. അത് ഏതെങ്കിലും ഒരു കവിത ഒന്ന് ആലോചിക്കാമോ? നിന്റെ ജാലകവാതിലിൽ ചിതറി വീണ മഴത്തുള്ളി എൻ്റെ കിനാവിൻ കണ്ണ് നീരാണ് സഖി. അന്നത്തെ മഴയത്ത് ചേമ്പിലെ തണ്ടാൽ കുട ചൂടി ഓർമ്മകൾ പങ്കുവെച്ചതും ഓർക്കുന്നില്ലയോ നീ. നിരാശ ബാലം അങ്ങനെ നിരാശയുണ്ട്. ഉണ്ട്. നമ്മളെങ്ങും എത്തിയില്ലല്ലോ. അല്ല, ഇത്രയും നല്ലപോലെ കവിതയും ഗാനങ്ങളും ഒക്കെ എഴുതുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ആരും അങ്ങോട്ട് ഉയർത്തി വിടാൻ ഇല്ലായിരുന്നു. പിന്നെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം റോസുമലയിൽ നിന്നിറങ്ങി. റോസുമലയിൽ വെച്ച് ഭയങ്കര പ്രാരാബ്ദം തന്നെ. ഞാൻ ടാപ്പിങ് ഗ്രാമമാണ്. അതാണ് അവിടുത്തെ പ്രകൃതിയിൽ. അവിടെ ഇപ്പം ഒരു നേരം വെളുക്കുന്ന ഒരു ഇതുണ്ടല്ലേ, ആയിട്ടുണ്ട്. കടലിൻ്റെ ആഴത്തിൽ മുങ്ങിക്കുളിച്ച് കിഴക്കുണർന്ന സൂര്യൻ നേർത്ത മഞ്ഞിൻ്റെ പുതപ്പ് നീക്കി പ്രകൃതിയും പുഞ്ചിരി തൂകി നിന്നു പുലരി ഇത് പെൺപുലരി എന്നുള്ള പാട്ട് എഴുതിയിട്ടുണ്ട്. എഴുതും. ഇത് ഞാൻ എഴുതിയ കവിതയാണ്. ബുക്കിലാണ്. ഇതെന്റെ ചിറ്റപ്പ ഞാൻ എഴുതുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചിറ്റപ്പ എനിക്ക് തന്നെയാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഇതേപോലെ എഴുതും ചിറ്റപ്പ, ആകാശവാണിയിൽ എൻ്റെ പാട്ട് ഇതേപോലെ വന്നപ്പോഴത്തേക്ക് നിനക്ക് എഴുതാൻ വേണ്ടി ഒരു ഡയറി എന്നും വേണ്ടി തന്നതാണ്. വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്. കവിതയും ഇതുമൊക്കെ എഴുതി ആരെങ്കിലും ഒക്കെ കാണണം, കേൾക്കണം, അല്ലെങ്കിൽ അത് കൊടുക്കണമെന്നുണ്ട്. അതിനകത്ത് ചെറിയൊരു ആഗ്രഹം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഞാനൊരു പാട്ട് എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് പ്രതിഫലം തന്നില്ലെങ്കിൽ കവിതയല്ല, സിനിമയ്ക്ക് പറ്റിയ പാട്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതങ്ങനെ ആരും ചോദിച്ചാൽ ഞാൻ കൊടുത്തേനെ. എനിക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിലും കൊടുത്തേനെ, കൊടുക്കും. ഇതൊന്നും ആരെങ്കിലും അത്രയും ആകാംക്ഷയോട് കൂടി ഇരിക്കുകയാണ് പാട്ടിനോട് എന്നുള്ളതാണ്. അത് എഴുതുക എന്നുള്ളതാണ്. എഴുതുന്നത് ചെറിയൊരു നിസ്സാരമായ കാര്യമല്ല. ഇതിപ്പോ മോഹനരാഗത്തിൽ എഴുതണം, അങ്ങനെയുള്ള രാഗത്തിൽ ഇവിടെ ആൾക്കാർ വരുന്നു വസ്ത്രം മേടിക്കാൻ. അതിനിടയ്ക്കൊക്കെ എങ്ങനെയാണ്? പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുമല്ലോ. ഇത് വെളുപ്പാങ്കാലത്ത് ഞാൻ വേവിക്കാൻ, എനിക്ക് ആഹാരം പാചകം ചെയ്യാൻ എണിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്തൊക്കെ ഞാൻ എഴുതും. അപ്പോഴാണ് പ്രകൃതി എല്ലാം ഉറങ്ങിക്കിടക്കുകയല്ലേ, വീട്ടിലുള്ളവരും ഉറക്കമാണ്. അപ്പോഴേ കുറിച്ച് വയ്ക്കും. വാടക വീട്ടില് ജീവിതമാർഗം ഇതായതുകൊണ്ട് ഇതിലേക്കൊന്നും ഇറങ്ങിത്തിരിക്കാൻ മറ്റുള്ളവരുടെ സപ്പോർട്ടും ഇല്ലാത്തതുകൊണ്ട് ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സിനിമാ മോഹൻ പറഞ്ഞല്ലോ, അപ്പം പാട്ട് എഴുതി വെച്ചിരിക്കാന്ന് പറഞ്ഞു. അതിനകത്ത് ആ വരി പുറത്ത് പോയിട്ടില്ല, കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. ഒന്ന് 4 പേര് ഒന്ന് പാടാമോ? പാടാൻ എൻ്റെതായ ഇണോന്ന് പറയാനേക്കത്തുള്ളു. വരി പറഞ്ഞാ മതിയാ? പറഞ്ഞു പാടിക്കോ. ജീവിതമെന്ന കളിയരങ്ങിലെ മൺവീണയല്ലോ ഈ ജന്മം, ആട്ടവിളക്കിൻ തിരികെടും മുൻപെയ മൺവീണ പൊട്ടിത്തകർന്നു പോകും. അത് ഈ എത്രയൊക്കെ ഉണ്ടാക്കി വെച്ചാലും ചില സമയത്ത് അതൊന്നും ഉപയോഗിക്കാനൊക്കത്തില്ല. അറ്റാക്കൊന്നും ചത്തുപോകത്തില്ലേ, അത്യാഗ്രഹം കാരണം. അതിന് അങ്ങനെയുള്ളൊരു പാട്ട് എഴുതിയതായിരുന്നു. മരിക്കുന്നതിന് മുമ്പുള്ള ആഗ്രഹങ്ങളാണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പാട്ട് എഴുതണോ എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ശ്രീയേട്ടനെ കാണാൻ ആഗ്രഹമുണ്ട്, ചിത്ര ചേച്ചിയെ കാണാൻ ആഗ്രഹമുണ്ട്. ഇത് രണ്ടുപേര്. എം.ജി. ശ്രീകുമാറിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്ന് വെച്ചാൽ വേറിട്ടൊരു ശബ്ദം. എല്ലാരും ഞാൻ പറഞ്ഞില്ലേ, അവരെയും കാണണമെന്നുണ്ട്. അക്ഷരങ്ങളിലൂടെ ഭാവന വിരിയുമ്പോഴും തൻ്റെ ആഗ്രഹങ്ങൾ ഈ വർണ്ണ തുണികൾക്കിടയിൽ ഒതുങ്ങി ജീവിക്കുകയാണ് ഇറീന. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഒരു പാട്ടുകൂടി പ്രേക്ഷകർക്ക് വേണ്ടി. ഞാൻ എഴുതിയ കവിതയെന്ന് തന്നെ പാടാം. കവിത നഷ്ടബാല്യം. എന്നോർമ്മ പൂവിട്ട ഗ്രാമഭൂമിയിൽ ബാല്യം തേടിയെത്തുന്ന മാനസം, ദുഃഖമേറുമീ ജീവിതയാത്രയിൽ നഷ്ടബാല്യം തിരേ